പകുതി വില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ പണമിടപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ 2 ഡയറികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പായിപ്രയിലെ ഓഫീസിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യത മരവിപ്പിക്കാനുള്ള നടപടിയും ആരംഭിച്ചു. അനന്തകൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക ജില്ലകളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഓരോരോ വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. ഇപ്പോൾ അതിൽ കൂടുതൽ തെളിവുകളും പോലീസ് ശേഖരിക്കുകയാണ്. ഏതു രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്? ഇന്നത്തെ തെളിവെടുപ്പൊക്കെ ഏതു രീതിയിലാണ് നടക്കുക? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ മൂവാറ്റുപുഴയിൽ അടക്കം എത്തിച്ചുവരുന്നു പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗങ്ങളിലായിരുന്നു. ഇവിടെ നിന്നും ഈ 2 ഡയറികളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പായിപ്രയിലെ ഓഫീസിൽ നിന്നുമാണ് ഈ 2 ഡയറികളും കണ്ടെത്തിയത്. ഈ 2 ഡയറികളിൽ പണം നൽകിയവരുടെ വിശദാംശങ്ങളും പണം അനന്ത് കൊടുത്ത ആളുകളുടെ വിശദാംശങ്ങളും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ വാങ്ങിയിരിക്കുന്ന ഭൂമികളുടെ ആധാരങ്ങളെല്ലാം പിടിച്ചെടുത്ത് അതിൻ്റെ ക്രയവിക്രയം തടയുന്നതിന് വേണ്ട നടപടികളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇയാൾ 40,000-ഓളം സ്കൂട്ടറുകളാണ് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരുന്നത്. ഇതിൽ 18,000-ഓളം സ്കൂട്ടറുകൾ നൽകിയിട്ടുണ്ട്. 22,000 സ്കൂട്ടർ ഇനിയും നൽകാനുണ്ടെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 90,000 ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പണം പിരിക്കുന്നതിന് വേണ്ടി കുറേ ചെറുപ്പക്കാരെ ഇയാൾ സ്റ്റാഫുകളായി നിയമിച്ചിരുന്നു. ഇവർക്കൊക്കെ ഭക്ഷണവും ഒപ്പം തന്നെ താമസവും എല്ലാം സൗജന്യവുമായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ പണം പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ വലിയ രീതിയിലുള്ള ആർഭാടപരമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊന്ന് പറയുന്നത്, ഇയാൾ ജീവനക്കാർക്ക് വേണ്ടി ഭൂമി വാങ്ങുന്നിട അല്ലെങ്കിൽ ഭൂമി താമസിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ ഇയാൾ ആ ഭൂമിയും വാങ്ങിയിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അങ്ങനെ ഇയാൾ താമസിപ്പിച്ചിരുന്ന ഇടങ്ങളിൽ, ജീവനക്കാരെയൊക്കെ താമസിപ്പിച്ച ഇടങ്ങളിലൊക്കെ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബിനാമി പേരിലും ഇയാൾ സ്വത്ത് വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അനന്തകൃഷ്ണനെ ഇന്ന് കൊച്ചിയിലടക്കം എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതും. കാരണം ഇയാളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കുന്ന ആളെ ഇയാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി പരമാവധി കാര്യങ്ങൾ ഇയാളിൽ നിന്ന് മനസ്സിലാക്കുക, പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. മാത്രമല്ല, മുൻപ് ഇയാൾ വിവിധ രേഖകൾ ഇയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും മാറ്റിയിരുന്നു. അന്ന് അത് സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നതെന്ന് പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലും ഇന്ന് പുരോഗമിക്കും. സേതു. ശരി സഹിൻ.